ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ പള്ളികൾ മധ്യപ്രദേശിൽ അവിടെ ഉണ്ടാക്കാൻ വിടുവോ? വലിയ പള്ളിയൊന്നും അല്ല ഏട്ടാ, ചെറിയ പള്ളിയാണ്, മരക്കുരിശൊക്കെയാ. അതിനെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവരടിച്ചോടിക്കുകയല്ലേ. അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗത്തിന് അവിടെ ബാങ്ക് വിളിക്കാൻ പറ്റുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് 4-3 ഭൂരിപക്ഷത്തിന് ഭരിച്ചിടാ, വലിയ പത്രാസൊന്നും പറയണ്ട. നിങ്ങൾ അന്ന് കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷം പോലെ അവിടെ ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ ഒരു BJPക്കും അത് കൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നിട്ട് ഇവിടെ എല്ലാ വർഗീയവാദികളും കൂടി ഇടതുപക്ഷത്തെ അട്ടിമറിച്ചിട്ട് അല്ലേ വരാനിരിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിരിക്കുന്നു. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും നമ്മൾ എതിർക്കുന്നത് എന്തിനാ? അവരുടെ വ്യക്തികളെയല്ല, അവരെ നമ്മൾ എതിർക്കുന്നത് ഒരു കൂട്ടർ ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ പുറപ്പെടുന്നു. ഇവിടുത്തെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എവിടെ പോവും? ബൗദ്ധരും ജൈനരും എവിടെ പോവും? വലിയ പ്രശ്നമായിരിക്കും കേട്ടോ. ഇന്ത്യയിലെ സെക്യുലറിസം കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ ഇന്ത്യക്ക് കഴിയില്ല. അതുകൊണ്ടാ പറയുന്നത്, ഈ കേരളത്തിലും അത് വ്യാപിപ്പിക്കാൻ മനുസ്മൃതി അനുസരിച്ച്, ചാതുർവർണ്ണ അനുസരിച്ച് ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കാൻ RSS പ്രചാരണം നടത്തുന്നു. അതേപോലെ ഒരു തരം താലിബാനിസം, ഇസ്ലാമിലൂടെയാണ് മോചനം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. ഇപ്പോൾ VD സതീശൻ പറയാണ് അതൊന്നല്ല, ഒരു നല്ലതാണ്. അതുകൊണ്ട് ഓരോ നമ്മൾ കൂട്ടുന്ന മുസ്ലിം ജനവിഭാഗത്തിലെ മറ്റ് സമുദായ സംഘടനകളുണ്ടല്ലോ, സുന്നിയൊക്കെ, അവർ പറഞ്ഞു ഈ ആശയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി നന്നായിട്ടില്ല, അവരിപ്പോഴും ഇസ്ലാം രാഷ്ട്രവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത്? മുസ്ലിം സാമുദായിക ആചാര്യന്മാർ പറയുന്നതാണോ, അതല്ല മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നതാണോ? ഇത് അപകടകരമായിട്ടുള്ള കാര്യമല്ലേ VD സതീശനും കൂട്ടരും ചെയ്യുന്നത്? ഈ 4 വോട്ടിന് വേണ്ടി ഈ കേരളത്തിന്റെ സ്വസ്ഥത തകർക്കാൻ വേണ്ടി എന്തു ചെയ്യാമെന്നുള്ള തീരുമാനമാണോ? ചില യൂട്യൂബ് ചാനലുകൾ ബീഹാറിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലൊക്കെ പോയി അവിടുത്തെ ഗ്രാമങ്ങളുടെ ചിത്രം പകർത്തി അയക്കുന്നുണ്ട്. മാതൃഭൂമി ചാനലിലെ 2 ചെറുപ്പക്കാർ വോട്ടർ സൈക്കിൾ ഡയറി എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരൊരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അവർ പറഞ്ഞു ഒരു ബൈറ്റ് വേണം, ഒരഭിപ്രായം വേണം. എന്താ പരിപാടി? വോട്ടർ സൈക്കിൾ ഡയറിയാണ്. ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറി എന്നെല്ലാം പറയുമ്പോൾ ഒരു ഗംഭീര പേരിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഈ പേരൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്താ നടത്തുന്നത്? അത് ഇലക്ഷൻ നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങൾ പോയി അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എല്ലാം ചിത്രീകരിച്ചിട്ട് കൊടുക്കും എന്നാണ്. അവർ ബീഹാർ ഇലക്ഷന്റെ സമയത്ത് പോയ ചിത്രം എന്നെ കാണിച്ചു. ബീഹാറിൽ ചെന്നിട്ട് ഒരു ഗ്രാമം കാണാൻ പോയി അവര്. എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പട്ടണങ്ങളും കൂറ്റൻ കെട്ടിടങ്ങളും എല്ലാം ഉണ്ടല്ലോ. പക്ഷേ വലിയ നഗരങ്ങളിലെ കൂറ്റൻ കെട്ടിടങ്ങളും വ്യവസായശാലകളും മാത്രമല്ല ഒരു രാജ്യത്തിന്റെ പുരോഗതി, അതുണ്ടാവണം. പക്ഷെ അതോടൊപ്പം തന്നെ മുഴുവൻ പൗരന്മാരുടെയും ക്ഷേമം ഉറപ്പാക്കാൻ കഴിയുമ്പോഴാണ് ഒരു നാട് പുരോഗതിയിലേക്ക് നീങ്ങിയെന്ന് പറയാൻ സാധിക്കുക. അവരൊരു ഗ്രാമം തേടി പോയത് വളരെ മോശമായിട്ടുള്ള ഇടവഴികൾ പോലുള്ള ചെളിയും കുഴിയും ഒക്കെ നിറഞ്ഞൊരു റോഡിലൂടെയാണ് ഈ ബൈക്ക് യാത്ര നടത്തിയത്. അവസാനം കുറെ യാത്ര നടത്തിയപ്പോൾ അവരൊരു ഗ്രാമം കണ്ടു. ഒരു സ്ഥലത്ത് കുറേ കുടുംബങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് കുടില് കെട്ടി താമസിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അവിടുത്തെ ഭൂമിയെല്ലാം ഭൂസ്വാമിമാരുടെ കയ്യിലാണ്. ആ ഗ്രാമത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നപ്പോ മൂക്കുപൊത്താതെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. ഭയങ്കര നാറ്റം. അപ്പൊ അവർ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഇവിടെ വല്ലാതെ നാറുന്നു? അപ്പോഴാണ് കുറെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഓടി വന്നത്. വളരെ മുഷിഞ്ഞ സാരിയൊക്കെ ധരിച്ചിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും, വളരെ മുഷിഞ്ഞ മുണ്ടൊക്കെ എടുത്തിട്ടുള്ള പുരുഷന്മാരും ഒക്കെ അവിടെ ഓടി വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് മലമൂത്ര വിസർജനം ചെയ്യണ്ടേ? ഞങ്ങൾ എവിടെ ചെയ്യും? ഞങ്ങൾ ഇവിടെ തന്നെ തൊട്ടടുത്താണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവര് ചോദിച്ചു, കേരളത്തിൽ നിന്ന് പോയവരാണല്ലോ, നിങ്ങൾക്ക് ഇത്രയും വിശാലമായ പറമ്പൊക്കെ കാണുന്നുണ്ട്, അതിന്റെ എവിടെയെങ്കിലും ദൂരെ പോയിട്ട് ചെയ്തൂടെ? അപ്പൊ പറഞ്ഞു, അത് ഞങ്ങളുടേതല്ല, അത് ഇവിടുത്തെ ഭൂസ്വാമിയുടേതാണ്. അവിടെ മലവിസർജനം ചെയ്താൽ വലിയ അടി കിട്ടും. രാത്രി പുലരുന്നതിന് മുമ്പേ പോയിട്ട് എവിടെയെങ്കിലും കുത്തിയിരിക്കാമെന്ന് വെച്ചാൽ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഈ അതിർത്തിക്കപ്പുറം പോയി കുത്തിയിരുന്നാൽ മുട്ടം വടികൊണ്ട് തലമണ്ട കടി കിട്ടും. ഇതിനേക്കാൾ അഭിശപ്തമായൊരവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷം കഴിഞ്ഞ ഇന്ത്യയിൽ അതാണ് അവസ്ഥ. നിങ്ങൾക്ക് കക്കൂസ് ഇല്ലേന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കക്കൂസൊന്നും ആരും തന്നിട്ടില്ല.
എന്നിട്ട് അവർ ഒരു കാര്യം കൂടി പറയുന്നത് കേട്ടു, തേജസ്വി യാദവ് ജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്കൊരു കക്കൂസ് കിട്ടുന്നു. അത് ജയിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ എല്ലാം ഒരു പ്രത്യേക സ്വഭാവം കാരണം അവിടെ BJPക്ക് എതിരായിട്ട് ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതാണ് അവരുടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി TV-യിലെല്ലാം വന്ന് വളരെ ആകർഷകമായി പ്രസംഗിക്കുന്നുണ്ടല്ലോ, സാരേ ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞ എന്താ? ഈ ലോകത്തിന്റെ മുമ്പാകെ പറഞ്ഞത് ഇന്ത്യ ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ ആയി എന്നാണ്. ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആരും വെളിം പ്രദേശത്ത് മലവിസർജനം ചെയ്യുന്നില്ല, എല്ലാവർക്കും കക്കൂസായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും കക്കൂസായോ? ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ശുദ്ധ നുണയാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന പല കണക്കുകളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഉത്തരേന്ത്യയുടെ അവസ്ഥ. യമുനാ നദിയുടെ തീരങ്ങളിൽ കുടിൽ കെട്ടിപ്പാർക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, അവരെ ഏതെങ്കിലും ഒരു വലിയ റിസോർട്ടിന് വേണ്ടി നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോ വലിയ ബുൾഡോസറുകളുമായി വന്ന് ഈ പാവങ്ങളെ ഇടിച്ചു നിരത്തി ഓടിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങില്ല എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ? കേരളത്തിൽ എവിടെയെങ്കിലും ഒരാവശ്യത്തിന് ഭൂമി എടുക്കുമ്പോ രാത്രിക്ക് രാത്രി വന്നിട്ട് ബുൾഡോസറുമായി നമ്മുടെ വീടൊക്കെ ആരെങ്കിലും ഇടിച്ചു നിരത്തുവോ? ഇല്ലല്ലോ. മാത്രമല്ല, ഇങ്ങനെ ഓടിപ്പോകുന്ന ആ പാവപ്പെട്ട മനുഷ്യർക്ക് നഷ്ടപരിഹാരമായിട്ട് ഒരു ടാർപോളിൻ ഷീറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. അവർക്ക് കോടതി പോകാൻ പറ്റുമോ നഷ്ടപരിഹാരത്തിന്? അതും ഇല്ല. എന്തുകൊണ്ടാണ്? ആ ഭൂമി അവരുടേതല്ല, അവരുടെ പേരിൽ ഒരു തുണ്ട് ഭൂമിയില്ല. കേരളം പോലെയാണോ ഉത്തർപ്രദേശ്? ഉത്തർപ്രദേശിന്റെ നഗരത്തിലൊക്കെ വലിയ കെട്ടിടങ്ങളും ആശുപത്രികളും ഒക്കെ ഉണ്ടാകാം, സ്വകാര്യ ആശുപത്രികളും ഉണ്ട്. ഗവൺമെന്റ് ആശുപത്രികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്, അത് നമുക്ക് പിന്നെ പരിശോധിക്കാം. പക്ഷേ ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്താ? എന്തർത്ഥത്തിലാണ് കോൺഗ്രസ് ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ അവരൊരു ജാഥ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ എന്താ കുഴപ്പമുണ്ടായത്? ഈ ഗവൺമെന്റിനെ അട്ടിമറിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് അധികാര കസേരയിൽ കയറാൻ, നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യാനല്ല. 10 വർഷം അധികാരത്തിന് വെളിയിലിരുന്നപ്പോ ഭ്രാന്തെടുത്തിരിക്കുക. കേട്ടില്ല? എങ്ങനെയെങ്കിലും ആ കസേരയിൽ ഒന്ന് കയറി ഇരുന്നിട്ടില്ലെങ്കിൽ കിടന്ന ഉറക്കം വരുന്നില്ല. നമ്മളാരും മന്ത്രിയാവാനും മറ്റെന്തെങ്കിലും ആനുകൂല്യത്തിനും അല്ല. ജയിച്ചു വന്നാൽ ഇടതുപക്ഷത്തിനൊരു പോളിസി ഉണ്ട്. ആ പോളിസി അനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഇടതുപക്ഷത്തെ ജയിപ്പിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആരുടെയെങ്കിലും ആവശ്യമല്ല. ഇനിയിപ്പം UDF ജയിക്കില്ല, അഥവാ ജയിച്ച എന്തായിരിക്കും കോലം? 5-6 ആളുകൾ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ തല്ലുകൂടി. അവിടെ ഇവിടെ ജയിച്ചിട്ടില്ല കേട്ടോ, തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ജയിക്കുകയില്ല. എന്നിട്ട് ഇപ്പോ അതിന്റെ പേരിൽ അടിപിടി ലഹളയാണ്. തമ്മാമില് എന്തൊരു ബഹളാണ് അവർ നടത്തുന്നത്. ഓരോരുത്തർക്കും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം, ഓരോരുത്തർക്കും മന്ത്രിയാവണം. ഇക്കണ്ട കോൺഗ്രസ്സുകാരെ അത്രയും മന്ത്രിയാക്കാൻ വേണ്ടി മാത്രം അവിടെ സീറ്റുണ്ടോ? അപ്പോ ഈ ലഹളക്കാര് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിലെ മെച്ചം അപ്പൊ തന്നെ തട്ടി തകർക്കും. നമുക്ക് ഓർമ്മയില്ലേ 2016 മുമ്പത്തെ കേരളം? പെൻഷൻ അത്രയും കുടിശ്ശികയായിരുന്നു. സ്കൂളുകളെല്ലാം തകർന്നു കിടക്കുന്നു. അതിന് മുമ്പത്തെ ഗവൺമെന്റ് ഇടതുപക്ഷം വന്നപ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്തത് മാത്രമേ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ മുന്നോട്ട് കൊണ്ടുപോയില്ല അവർ ആ പരിപാടികളൊന്നും തന്നെ. ജനകീയ ആസൂത്രണം അവർ മുന്നോട്ട് കൊണ്ടുപോയില്ല. അപ്പോ ഇതെല്ലാം പരിഷ്കരിക്കാൻ യാതൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. നേരത്തെ ശ്രീമതി ടീച്ചർ ഉള്ളപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ കുറേയേറെ മെച്ചപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം UDF വന്നപ്പോ അതെല്ലാം പണ്ടത്തെ കഥയിൽ തന്നെ ആക്കി വെച്ചു. ഞാന് മന്ത്രിയായ ഉടനെ തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റൽ ഒന്ന് ചെന്ന് നോക്കണമെന്ന് മീഡിയക്കാരും നാട്ടുകാരും എല്ലാം എന്നോട് വിളിച്ചു പറഞ്ഞു. അവിടെ ചെന്നിട്ട് കാണേണ്ട കോലായിരുന്നു കൂട്ടരെ. കഴിഞ്ഞ 5 വർഷവും, അവർ ഭരിച്ച 5 വർഷവും ആ ആശുപത്രി വൃത്തിയാക്കിയിട്ടില്ല. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഗാരേജ് പോലുള്ള ഒരു സാധനമുണ്ട്. അവിടെ കാർ പാർക്കിങ്ങിനോ മറ്റോ ഉണ്ടാക്കിയതാണ്. പക്ഷെ അവിടെ കുറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ വെറുതെ വൃത്തികെട്ട തറയിൽ കുറെ പഴം തുണികളും കുറെ പ്ലാസ്റ്റിക്കും ചെളിയും എല്ലാം നിറഞ്ഞ അവിടെ എങ്ങനെയാണ് ഈ സ്കൂട്ടറെല്ലാം പാർക്ക് ചെയ്ത് ജീവനക്കാരകത്തേക്ക് പോയത് എന്നറിയില്ല. ആരും വൃത്തിയാക്കിയിട്ടില്ല. അത് അങ്ങനെ വൃത്തിയാക്കണമെന്ന് ഗവൺമെന്റിന് തോന്നിയിരുന്നില്ല. അകത്തേക്ക് കയറുമ്പോൾ അതിനേക്കാൾ ചിത്രമായിരുന്നു. കക്കൂസും ബാത്റൂമും എല്ലാം പൊളിഞ്ഞ് കിടക്കുന്നു പൊതുവായിട്ടുള്ളത്.
അവിടെ ചെന്ന് നോക്കുമ്പോൾ യൂറോപ്യൻ മോഡൽ ക്ലോസറ്റിന്റെ മേലെ പണ്ടെന്നോ ചെയ്ത മലവിസർജനത്തിന്റെ പാട് അവിടെയുണ്ട്. ഇന്ത്യൻ മോഡൽ ക്ലോസറ്റുള്ള റൂമിൽ അതിനകത്ത് എന്തൊക്കെയോ ഡംപ് ചെയ്ത് വെള്ളം കെട്ടി നിന്ന് ഡെങ്കി കൊതു ഇങ്ങനെ പതക്കുകയാണ്. അവനെങ്ങനെ ആരോഗ്യം ഉണ്ടാവുക? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ആശുപത്രിന്റെ കയ്യിൽ കാശുണ്ടോ ഇതെല്ലാം വൃത്തിയാക്കാൻ? കുറച്ച് ലഹള കൂടേണ്ട വന്നു. അതാരോ പകർത്തിയെടുത്ത് പുറത്തു കൊടുത്തിട്ട് നമ്മളാകെ കഷ്ടത്തിലായി. വഴക്ക് പറയുന്നത് നാടാകെ കാണുകയും ചെയ്തു. കുഴപ്പമില്ല, ലേശം വഴക്കൊക്കെ പറയണ്ടേ അല്ലേ? അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പൈസയുണ്ടോ ഇത് വൃത്തിയാക്കാൻ? ഓ, പൈസയുണ്ട്. എവിടെയാ? ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ HDSൽ പൈസയുണ്ട്. ആ പൈസ എടുത്തിട്ട് ഇത് വൃത്തിയാക്കിക്കൂടെ? ആക്കാം. പിന്നെന്താ ആക്കാത്തത്? ഉത്തരവില്ല. ആരും അവരോട് പറയുന്നില്ല, ആരും അവരെ നിയന്ത്രിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, പൈസ ഇല്ലെങ്കിൽ തരാം, ഒരാഴ്ച കൊണ്ട്. അവർ പറഞ്ഞു, ഒരാഴ്ച കൊണ്ട് വൃത്തിയാക്കി തരും ടീച്ചറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരാഴ്ച പോട്ടെ, 2 ആഴ്ച എടുത്തു. ഇത് വൃത്തിയാക്കിയിട്ട് എന്നെ വിളിക്കണം. 2 ആഴ്ച കൊണ്ട് ആ മറിഞ്ഞു വീണ ക്ലോസറ്റ് എല്ലാം എടുത്തു മാറ്റി നല്ല മനോഹരമായി വൃത്തിയാക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നു. ഞാൻ പറയുന്നത് എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ സർവ്വതും നശിപ്പിച്ചിട്ടല്ലേ ആ 5 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്? ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടറില്ല. 2 PHCകൾക്ക് കൂടി 1 ഡോക്ടറായിരുന്നു പലയിടത്തും ഞങ്ങൾ വരുന്ന സമയത്ത്. അതാണ് മാറ്റിയെടുക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചത്. സ്കൂളുകളെല്ലാം നന്നാക്കാനും ഒക്കെ തീരുമാനിച്ചു. പിണറായി പറഞ്ഞു, നമ്മൾ ഇടതുപക്ഷം വരുമ്പോഴെല്ലാം ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം 1ാമതാണ്. മനുഷ്യ വികസന ശേഷിയിൽ ആളുകൾക്ക് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ആ കാര്യത്തിലെല്ലാം നമ്മൾ 1ാമതാണ്. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ കേരളത്തിന്റെ ആനുകാലിക പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണം. കേരളത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് ഇനിയും ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഗവൺമെന്റ് പരിശ്രമിക്കും. 2016 മുതൽ 2021 വരെയുള്ള ഗവൺമെന്റിന്റെ കാലത്താണ് 4 മിഷനുകൾ ആരംഭിച്ചത്. ആ മിഷനുകൾ 2021 വീണ്ടും വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന 2ാം പിണറായി സർക്കാർ തുടരുകയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ അല്ലാതെ ആരുടെ കൂടെയാ നിൽക്കുക? വലിയ നുണപ്രചരണങ്ങൾ നാടാകെ നടത്തുന്നുണ്ട്. പക്ഷേ ആ നുണപ്രചരണങ്ങൾ കൊണ്ട് മറക്കാൻ കഴിയുന്നതാണോ നമ്മൾ ഉണ്ടാക്കിയ വികസനം? ഹരിത കേരള മിഷൻ കേരളമാകെ ശുചിത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മിഷനാണ്. ഞാനത് ഒരുപാട് പറയുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഹരിത കർമ്മസേനയൊക്കെ ഉണ്ടാക്കിയത്. കേരളത്തിന്റെ ഖജനാവിൽ ഇങ്ങനെ ഒരുപാട് കാശില്ല. ഇല്ലാണ്ടായിപ്പോയത് എന്തുകൊണ്ടാ? കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും കേരളത്തോട് കാണിച്ചിട്ടുള്ള വലിയ തെറ്റ്. ഇവിടെ നിന്ന് നികുതി പണം എല്ലാം കേന്ദ്രത്തിലേക്കാ പോകുന്നത്. ഫെഡറൽ ഭരണഘടനയാ. 47 സ്വാതന്ത്ര്യം കിട്ടി, 50 ഭരണഘടന തയ്യാറായി. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ മനോഹരമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നു, ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക്, സെക്യുലർ, സോവറിൻ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കുമെന്ന്. ഇപ്പറഞ്ഞ ഒന്നും നടപ്പിലാക്കാൻ കോൺഗ്രസോ BJPയോ ശ്രമിക്കുന്നില്ല. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? പൗരന്മാരുടെ പരിപൂർണ അവസര സമത്വമാണ്. ഇവിടെ ജനിക്കാനും, ഇവിടെ ആഹാരം കഴിക്കാനും, ഇവിടെ വളർന്നു വരാനും, ഇവിടെ ജോലി ചെയ്യാനും, ഇവിടെ കൂലി വാങ്ങാനും, വഴി നടക്കാനും ഒക്കെ എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശമുള്ള ഒന്ന്. വൈക്കത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് പൊതുവഴിയിലൂടെ സാധാരണക്കാർക്ക് നടക്കാൻ കഴിയാത്ത വിധം ഫ്യൂഡലിസം, ജന്മിത്തം നിലനിന്നിരുന്ന ഘട്ടമായിരുന്നു. 1924-25 കാലഘട്ടത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും. അയിത്തവും അനാചാരവും നിലനിന്നിരുന്ന സമൂഹത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് വെളിയിലൂടെ പോലും സാധാരണക്കാർക്ക് നടക്കാൻ പാടില്ല, താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പാടില്ല. 603 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സത്യാഗ്രഹ സമരം, വലിയ സമരത്തിലൂടെയാണ് ഇവിടെ നാം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഇടതുപക്ഷവും പുരോഗമന പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും എല്ലാം കൂടി ഇടപെട്ടിട്ടാണ് കേരളത്തിലെ ഈ മാറ്റം ഉണ്ടായത്. ആ മാറ്റം നമുക്ക് നിലനിർത്തണം. എത്രയെത്ര കർഷക സമരങ്ങൾ, എത്രയെത്ര പോരാട്ടങ്ങൾ ഈ ജാതി വ്യവസ്ഥക്കെതിരായിട്ട്. ആ ജാതി വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. നമ്മുടെ ഈ മിഷനുകൾ നടപ്പിലാക്കാൻ മാത്രം കേരളത്തെ വളർത്തിയെടുത്തതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ കോൺഗ്രസ്സുകാർ വഹിച്ച പങ്കല്ല ഉള്ളത്. ഇവിടെ 57 ആദ്യമായിട്ടൊരു ഗവൺമെന്റ് വന്നപ്പോഴാണ് ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. EMSന്റെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് 5-6 ദിവസം കഴിയുമ്പോഴേക്കും അസംബ്ലിയിൽ ബില്ലായിട്ട് വരുമ്പോൾ താമസിച്ചു പോകണ്ട,
ആരെയും കുടിയൊഴിപ്പിച്ചുകൂടാ. പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിക്കുന്നത് ഒരു വിനോദമായിട്ട് ഭൂസ്വാമിമാരും ജന്മിമാരും എടുത്തപ്പോ രായ്ക്ക് രാമാനം ഈ കൂരയും പൊളിച്ച് പെരുമഴയത്ത് ഇറങ്ങിപ്പോകേണ്ടി വന്ന കേരളത്തിലെ നിസ്വരായ മനുഷ്യരെ രക്ഷിക്കാൻ അധികാരത്തിൽ വന്ന ഉടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് തീരുമാനിച്ചത് ആരെയും കുടിയൊഴിപ്പിക്കാൻ ജന്മിമാരെ അനുവദിക്കില്ല എന്നാ. അതിൽ കോൺഗ്രസിന് എന്താ പങ്ക്? സ്റ്റേ ഓഫ് എവിക്ഷൻ, കുടിയൊഴിപ്പിക്കൽ റദ്ദ് ചെയ്യുന്ന നിയമം. അപ്പോഴാണ് ഈ മുട്ടിന് താഴെ തോർത്തുമുണ്ട് താഴ്ത്തി ഉടുക്കാൻ കഴിയാത്ത, മാറുമറക്കാൻ കഴിയാത്ത സ്ത്രീകൾ അവരെല്ലാം കൂടി കുടിലിന്റെ മുന്നിൽ രണ്ടു കാലിൽ നിവർന്നു നിന്ന് ഇതെന്റെ മണ്ണാണ്, ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്ന തീരുമാനത്തിലെത്തിയത്. അവരുടെ ആത്മാഭിമാനവും അന്തസ്സും ഉയർന്നത്. അതിൽ കോൺഗ്രസിന് പങ്കുണ്ടോ? കോൺഗ്രസ് എന്ത് ചെയ്തു? ആ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ വേണ്ടി വിമോചന സമരം നടത്തി. എന്നിട്ട് ഡൽഹിയിൽ ചെന്ന് നെഹ്റുവിനോട് ഇവിടെ എല്ലാം കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞ് ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ പ്രേരണ ചെലുത്തി. നെഹ്റു ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും പിന്നീട് സമ്മർദ്ദത്തിന് വഴങ്ങി ആ നല്ല ഗവൺമെന്റിനെ എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളിൽ ആരംഭിച്ച, എല്ലാ ഗ്രാമങ്ങളിലും ആശുപത്രികൾ തുറക്കാൻ തീരുമാനിച്ച ആ ഗവൺമെന്റിനെ നിർദ്ദയം പിരിച്ചുവിട്ടു. 1960 വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം വന്നപ്പോ നമ്മൾ നിർത്തിവെച്ച കുടിയൊഴിപ്പിക്കൽ രണ്ടാമതും എടുത്തു. അപ്പോഴാണ് വിമോചന സമരത്തിന് പോയ ആളുകൾക്ക് ഒന്നും അറിയില്ല. അവരെ മതത്തിന് എന്തോ ഇടങ്ങാറെന്ന് പറഞ്ഞ്, മതം പറഞ്ഞാൽ പിന്നെ അവിടെ ഒത്തുകൂടുതൽ മതം ഒരു വികാര. പക്ഷെ മതം വെറും വികാരമാകരുത്. മതം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ട്. അവർക്ക് ആരാധനയുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അതില്ലാത്ത കുറച്ചു പേരേ ഉള്ളൂ. മഹാഭൂരിപക്ഷ ആളുകളും ദൈവവിശ്വാസികളാണ്, മതത്തിന്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനൊന്നും എതിരല്ല. ആ മതങ്ങൾക്കെല്ലാം സമാധാനപൂർണമായിട്ട് അവരുടെ ഈശ്വരനെ പ്രാർത്ഥിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്ന് മറ്റാരേക്കാളും വിചാരിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ടാ കേരളത്തിൽ വർഗീയ ലഹളകളില്ലാത്തത്. അപ്പൊ ആ മതത്തിന് എന്തോ സംഭവിച്ചു എന്ന നുണ പറഞ്ഞ് ആളുകളെ കൂട്ടി വിമോചന സമരം നടത്തി. അതിൽ പങ്കെടുത്ത പലരും പിന്നീട് പശ്ചാത്തപിച്ചു. എന്റെ നാട്ടിൽ ഇരിട്ടിയിൽ അവിടെ കുടിയൊഴിപ്പിക്കലുണ്ടായി. അതിന് തൊട്ടു മുമ്പ് കുടിയൊഴിപ്പിച്ചത് 1960 ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ അമരാവതിയിൽ ഈ കുടിയൊഴിപ്പിച്ച കുന്നിലൊക്കെ പാർത്ത് അവിടെ ചേമ്പും ചേനയും ഒക്കെ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യര്, കൊച്ചു കുടിലുകൾ കെട്ടി താമസിക്കുന്ന ആ മനുഷ്യരെ ഏതോ തോട്ടം മുതലാളിക്ക് വേണ്ടി അവിടുന്ന് അടിച്ചിറക്കി താഴേക്ക് കൊണ്ടുവന്ന് പെരുമഴയത്ത് തള്ളിയപ്പോ അവരവിടുന്ന് മരിച്ചു പോകുന്നു. കോളറ ബാധിച്ച് കുഞ്ഞുങ്ങളെല്ലാം ചോരയാണ് വയറ്റുന്നു പോകുന്നത്. AKG സുഖമില്ലാതിരിക്കുക. പക്ഷെ വിവരം അറിഞ്ഞ ഉടനെ AKG അവിടെ ഓടിയെത്തി. അവിടെ ഒരു ബെഞ്ചിൽ പലകയിൽ കിടന്ന്, ഞാൻ മരിച്ചു പോയാലേ, എന്നെ കൊന്നാലേ ഇവിടുന്ന് ഈ മനുഷ്യരെ നിരുപാധികം കുടിയൊഴിപ്പിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ഇവർക്ക് ആനുകൂല്യങ്ങൾ, ഇവർക്ക് ഭൂമിയും അവർക്ക് താമസിക്കാനൊരു കൂര വെക്കാൻ, അന്ന് വീടെടുക്കാനൊന്നും പറയാറായിട്ടില്ല നമ്മള്. അങ്ങനെ അതിற்கு പ്രതിഫലം കൊടുത്താൽ മാത്രമേ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കിടന്നു. ആദ്യം അനങ്ങിയില്ല, ചത്തുപോകട്ടെ എന്നാണ് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ഇത്ര മോശമാണെന്നോ? അന്നും ഇന്നും കോൺഗ്രസിന്റെ സ്വഭാവം, നമ്മൾ ഇന്ന് പ്രതിപക്ഷ നേതാവെല്ലാം പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയ്യേ എന്ന് പറയാറുണ്ട്. ഇത് പണ്ടേ പറയുന്നതാണ്. പക്ഷെ ഡൽഹിയിൽ നിന്ന് വിളി വന്നു. വിളിച്ചിട്ട് AK ഗോപാലിനെ വിളിച്ച് സംസാരിക്കണം. അദ്ദേഹം മരിച്ചു പോയാൽ ഇന്ത്യയിലാകെ അതൊരു വലിയ അലയൊലിയാകും. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിട്ട് പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സില്ലാ മനസ്സോടെ വിളിച്ച് സംസാരിച്ചത്. ആ പ്രശ്നം അവിടെ പരിഹരിക്കാൻ സാധിച്ചു. അപ്പോഴേക്കും കൊട്ടിയൂരുള്ള മഹാഭൂരിപക്ഷം കുടിയേറ്റക്കാരും വിമോചന സമരത്തിന് പോയവരാ. പക്ഷെ അവിടെ കുടിയൊഴിപ്പിക്കാൻ തുടങ്ങിയപ്പോ അവിടുത്തെ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും ഒന്ന് പോയി മനുഷ്യസ്നേഹിയായ AK ഗോപാലിനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? AK ഗോപാലൻ വന്നാൽ കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കും. ഇതെവിടെന്നാ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം അവിടെ 70 വയസ്സിന് മേപ്പെട്ടുള്ളവരെ ആദരിക്കാൻ വേണ്ടി ഒരു പരിപാടിക്ക് ചെന്നു. അതില് കുടിയേറ്റ സമരത്തിൽ പങ്കെടുത്ത, വിമോചന സമരത്തിൽ പങ്കെടുത്ത കുറെ ആളുകൾ, നല്ല പ്രായം ചെന്ന 10-80 വയസ്സുള്ള കാർന്നോന്മാരൊക്കെ ഉണ്ട്. അന്ന് കുട്ടികളാ അവര് അതിൽ പങ്കെടുക്കുമ്പോ. അവർ പറഞ്ഞു, ടീച്ചർ ഞങ്ങളും പോയിരുന്നു, പക്ഷെ ഒന്നും മനസ്സിലായിട്ടല്ല, ഒന്നിച്ച് കൂട്ടിക്കൊണ്ടുപോകും, വഴിക്കുന്ന ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ ഒരു നെയ്യപ്പോ എന്തോ വാങ്ങിത്തരും, അതും കഴിച്ച് തിരിച്ചു വരും. ഇതാണ് അവിടെ പോയി സമരം ചെയ്തതിന്റെ പ്രതിഫലം. അങ്ങനെ പോയതാണ്. പക്ഷേ ഈ കഥ, കുടിയേറ്റത്തിന്റെ ഇതിഹാസം എന്ന പേരിൽ തലശ്ശേരി അതിരൂപത തയ്യാറാക്കിയ ഒരു ബൃഹത്തായ ഗ്രന്ഥമുണ്ട്.
അതിനകത്ത് എപ്പോഴാണ് അവിടെ പള്ളി ഉണ്ടായത്, സഭയുണ്ടായത് എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തലശ്ശേരി അതിരൂപതയുടെ ആദ്യത്തെ ബിഷപ്പ് സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളി തിരുമേനി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിലാണ് ആരെങ്കിലും AK ഗോപാലിനെ വിളിച്ചു കൊണ്ടുവരുവോ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. വിളിച്ചു കൊണ്ടുപോയി AKG സമരം ചെയ്തു, കൊട്ടിയൂരെ കുടിയൊഴിപ്പിക്കലും നിർത്തിവെച്ചു. ഇതിൽ കോൺഗ്രസിന് എന്താ പങ്ക്? ഞാൻ ഈ ചരിത്രമൊന്നും ഈ ജാഥയുടെ ഭാഗമായിട്ടെല്ലാം പറയുകയല്ല, പക്ഷേ മറന്നു പോകരുതല്ലോ. 57 വന്നപ്പോ തുടങ്ങിയ പരിഷ്കാരങ്ങൾ 67 വന്നപ്പോഴും നമ്മൾ തുടർന്നില്ലേ? 60 ഗവൺമെന്റിനെ, കോൺഗ്രസ് ഗവൺമെന്റിനെ പോലെ നമ്മൾ കുടിയൊഴിപ്പിക്കാനും ആളുകളെ ദ്രോഹിക്കാനുമാണോ പോയത്? 67 ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിച്ചു. ഭൂമി ആയിരക്കണക്കിന് ഏക്കർ കൈവശം വെച്ച ഭൂസ്വാമിമാരിൽ നിന്നും 15 ഏക്കർ വെച്ച് ബാക്കി ഗവൺമെന്റിലേക്ക് മുതൽ കൂട്ടണം. ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് അത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനം എടുത്തപ്പോഴാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ചിലപ്പോ മിച്ച ഭൂമി കിട്ടിയതാണ്, ചിലപ്പോ നമ്മൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ട് വിലക്ക് വാങ്ങിയതാണ്. പണം ഉണ്ടാക്കി വിലക്ക് വാങ്ങിയവർക്ക് ഇതിന് നിങ്ങൾക്ക് എന്താ പങ്ക്? ഞാൻ എൻ്റെ പൈസ കൊണ്ട് വാങ്ങിയ ഭൂമിയല്ലേ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ പണം കൊണ്ടായാലും ആ ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് രേഖ സൂക്ഷിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷം കൊണ്ടുവന്ന നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഉത്തർപ്രദേശിൽ അത് കഴിയാത്തത് ആ ഭൂസ്വാമിമാരുടെ കയ്യിൽ നിന്ന് ആ ഭൂമി ഈ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സമഗ്രമായ ഭൂപരിഷ്കരണം നടത്താത്തത് കൊണ്ടാണ്. തോട്ടവും വലിയ പാടശേഖരങ്ങളും ഒക്കെ നിൽക്കട്ടെ, ബാക്കി 10,000 ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ടല്ലോ. ഈ പാവപ്പെട്ട മനുഷ്യരെ ഒരു 5 സെന്റ് ഭൂമി കൊടുത്ത് അവിടെ താമസിപ്പിക്കാൻ സാധിച്ചോ? കേരളം എത്ര വ്യത്യസ്തമാണ്. ഭൂമി കിട്ടിയത് മാത്രമല്ല, പിണറായി സർക്കാർ വന്നപ്പോ ഹരിത കേരള മിഷൻ, ഞാൻ പറഞ്ഞു, ഹരിതകർമ്മസേന ഓരോ വീട്ടിലും കയറി മാലിന്യം കളക്ട് ചെയ്യുന്നു. ഗവൺമെന്റിന് കേന്ദ്രത്തിൽ നിന്ന് പണം അവർ പിടിച്ചു വെക്കുന്നതിന്റെ ഫലമായി, ചിറ്റമ്മ നയം കാണിക്കുന്നതിന്റെ ഫലമായി നമുക്ക് പൈസയുടെ കുറവുണ്ട്. പക്ഷേ നാം നന്നായി പ്ലാൻ ചെയ്ത് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഹരിതകർമ്മസേന വന്നതോടുകൂടി നാട് മുഴുവൻ വൃത്തിയായിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം. നമ്മുടെ നഗരസഭകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരസഭകൾക്കുള്ള ശുചിത്വ അവാർഡ് കിട്ടുന്നു. എൻ്റെ മണ്ഡലമായിട്ടുള്ള മട്ടന്നൂർ നഗരസഭക്കാണ് ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് അത് സാധിച്ചത്? നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനമാണ്, തനിയെ ഉണ്ടായതല്ല. ഇനി വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിണറായി പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, കുടുംബമൊക്കെ കുറെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒന്നിനൊന്ന് മാറ്റാൻ വസ്ത്രമുണ്ട്, 2 നേരം ആഹാരം കഴിക്കാനുണ്ട് എന്ന് വെച്ച് എല്ലാം രക്ഷപ്പെട്ടു എന്നല്ല കേട്ടോ, പ്രശ്നമൊക്കെ ഉണ്ട്. ഇങ്ങനെ വൃത്തിയും പടിപ്പോയി വീട്ടിലെ കുട്ടികളെയോ പണ്ടത്തെ പോലെ വള്ളി പൊട്ടിയ ട്രൗസർ ഇട്ടിട്ട് അല്ലേ കീറി പറഞ്ഞ പാവാടി എടുത്തിട്ടൊന്നും അല്ല സ്കൂളിൽ പറഞ്ഞയക്കുന്നത്. എത്ര വരുമാനമില്ലാത്ത പാവപ്പെട്ടവരായാലും ഒരു വൃത്തിയുള്ള ഡ്രസ്സ് ഇടിയിപ്പിച്ചിട്ട് രാവിലെ കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊടിയിപ്പിച്ച് നമ്മളെ മക്കളെ സ്കൂളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ വരുന്ന കുട്ടികൾ ഈ പൊടിയുള്ള തറയിൽ, കാലടകിയ ഡെസ്കുള്ളടുത്ത്, ജനാല പറഞ്ഞു തൂങ്ങിക്കിടക്കുന്നിടത്ത്, മേലെ ഒരു ഫാൻ ഇല്ലാത്തടുത്ത് ഇരുത്താൻ ഭയമുണ്ടവർക്ക്, ഇഷ്ടമില്ല അവർക്ക്. അവര് സ്വകാര്യ സ്കൂൾ തേടി പോകുമ്പോ ആ സ്വകാര്യ സ്കൂളിൽ നല്ല പകിട്ടുണ്ട്, പക്ഷെ അവിടെ മാസം കാശ് കൊടുക്കണം. ആ കൊടുക്കാൻ തികയില്ല. അപ്പോഴാണ് ഇവരുടെ ദുഃഖം പരിഹരിക്കണം. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും ഹൈടെക് ആക്കണം. കേരളത്തിൽ 50,000-ലേറെ ക്ലാസ് മുറികൾ ഇപ്പൊ ഹൈടെക് ആക്കി. 1 കോടി മുതൽ 1.5 കോടി ഉറുപ്പ്യ വരെയാണ് LP സ്കൂളിന് കെട്ടിടം എടുക്കാൻ കൊടുത്തത്. തീർന്നിട്ടില്ല, കുറെ ബാക്കിയുണ്ട്. അത് 3-ാം ഘട്ടത്തിൽ വന്നാൽ നമ്മൾ ഉറപ്പായും അത് മുഴുവൻ ചെയ്ത് തീർക്കും. ഇതിന് കുറച്ച് സമയം വേണമല്ലോ. നമ്മൾ തുടങ്ങിയത് അത്രയധികം സ്കൂളുകളില്ലേ, അത് വെറുതെയാണോ? എത്ര സൗകര്യമായി. ഗവൺമെന്റ് ആശുപത്രികൾ ഞാനിവിടെ പറഞ്ഞു, എന്തായിരുന്നു അവസ്ഥ? ഞാൻ ഈ ജനറൽ ഹോസ്പിറ്റലിൻ്റെത് പറഞ്ഞതുപോലെയല്ലേ, ആർദ്രം മിഷൻ വന്നപ്പോ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു, കിഫ്ബിയിൽ നിന്ന് കുറെ പണം ആരോഗ്യ മേഖലയിൽ കൊടുക്കാം. കിഫ്ബി എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബോർഡാണ്, ഞങ്ങളായിട്ട് വന്നിട്ട് ഉണ്ടാക്കിയതല്ല. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞ് ഒരു രജിസ്റ്റർ ചെയ്ത സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പിണറായി സർക്കാർ വന്നപ്പോഴാണ് ദീർഘകാല വായ്പയെടുത്ത് ആളുകൾക്ക് മെച്ചമുണ്ടാക്കാൻ തീരുമാനിച്ചത്. പിണറായി പറഞ്ഞു, നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ അത് കാണാൻ ജനങ്ങൾക്ക് സാധിക്കണം. ജനങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവര് 10-20 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ആശ കൊടുത്തിട്ട് കാര്യമില്ല.
ഇപ്പം തന്നെ അവർ പോകുന്ന ആശുപത്രി വൃത്തിയാകണം, ഇപ്പം തന്നെ സ്കൂളുകൾ വൃത്തിയാകണം, ഇപ്പം തന്നെ അവർക്ക് നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയണം. കേരളത്തിലെ റോഡെല്ലാം എല്ലാ വർഷവും റീടാർ ചെയ്താലും പൊളിഞ്ഞു പോവാ മഴ വരുമ്പോൾ. എന്നിട്ട് അന്നേരം ആരാണോ PWD മന്ത്രി അവരുടെ പേരിലാണ് ഈ കുഴി അറിയപ്പെടുക. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു നല്ല മെക്കാഡം ടാർ ചെയ്യും. വലിയ പൈസ വേണം അങ്ങനെ ചെയ്യാൻ. അതുകൊണ്ടാണ് ദീർഘകാല വായ്പയെടുത്ത് കഴിഞ്ഞ ഗവൺമെന്റ് 50,000 കോടിയുടെ AS കൊടുക്കാനാ തീരുമാനിച്ചത്. ചെറുതല്ല. മൂലധന നിക്ഷേപം. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, കൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ, ലൈഫ് മിഷനിൽ വീടുണ്ടാക്കാൻ, ഈ കേരളത്തെ ആകെ കൈപിടിച്ചുയർത്താൻ കിഫ്ബിയുടെ പണം ഉപയോഗപ്പെടുത്തി. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വീടില്ലാത്ത സകല മനുഷ്യർക്കും വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇവിടെ ലൈഫ് മിഷനെയൊന്നും ആർക്കും ഒരു വിലയില്ല കോൺഗ്രസ്സുകാർക്ക്. എന്താ ഈ ഗവൺമെന്റ് ചെയ്തത്? ഈ ഗവൺമെന്റ് സർവേ നടത്തി പഞ്ചായത്തുകളെ കൊണ്ട് അന്വേഷിച്ച് പിടിച്ച് ആർക്കൊക്കെയാണ് താമസിക്കാൻ ചോർന്നൊലിക്കാത്ത വീടില്ലാത്തത്, ചോർന്നൊലിക്കുന്ന വീടാണ് അവരുടേത്, നല്ല വൃത്തിയുള്ള വീടില്ലാത്തത്, അവരുടെ സർവേ നടത്തി കണക്കെടുത്തു. ചിലർ പറഞ്ഞു മൂലക്കിരുന്ന മഴു എടുത്തിട്ട് മൂലയിലിരുന്ന മഴു എടുത്തിട്ട് കാലിലിടുകയാണ്, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? ലേശം പ്രയാസമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നതിന്റെ പേരാണ് ജനാധിപത്യം. ഭരണഘടനയിൽ എഴുതിയ ജനാധിപത്യം സാർത്ഥകമാക്കാൻ UDF ആണോ പരിശ്രമിച്ചത്, LDF ആണോ? നിങ്ങൾ ആലോചിക്കുക. 5-6 ലക്ഷം പേര് അപേക്ഷിച്ചു. ഇവർക്കെല്ലാം കൊടുക്കാൻ കാശില്ല. ഒരു 4 ലക്ഷം വീതം കൊടുത്ത് നല്ല വൃത്തിയുള്ള ഒരു കുഞ്ഞു വീട്, വലിയ ഒട്ടാരമൊന്നുമല്ല. പക്ഷേ നാട്ടുകാർ സഹായിച്ച്, പഞ്ചായത്ത് സഹായിച്ച് 2 കിടപ്പുമുറി, നടുക്കൊരു ചെറിയ റൂം, TV ഒക്കെ കാണാൻ, നല്ല വൃത്തിയും പഠിപ്പുമുള്ള ടൈൽസൊക്കെ ഇട്ട് ക്ലോസറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കക്കൂസ്, അതിൻ്റെ അടുത്തൊരു ചെറിയ ബാത്റൂം. ഇതാണ് ചോർന്നൊലിച്ച് കിടക്കുന്ന മനുഷ്യര് ഈ വൃത്തിയും വെടിപ്പുള്ള വീട്ടിൽ കയറി കതകടച്ച് കുറ്റിയിട്ട് കിടക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. ആ ആത്മസംതൃപ്തി മതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. അവരുടെ ആ ക്ഷേമത്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കുക. എന്താ UDF പറയുന്നത്? ഈ ലൈഫ് പദ്ധതി ഞങ്ങൾ വന്ന അപ്പൊ ക്യാൻസലാക്കുന്ന. അവരുള്ള കാലത്ത് എത്ര വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്? ഹൗസിംഗ് പ്രോജക്റ്റിൽ എത്ര ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്? അതിൻ്റെ എല്ലാം കണക്ക് ഇവിടെയുണ്ട്. വിരലിൽ എണ്ണാവുന്ന വീടുകൾ പൂർത്തിയാക്കാതെ അവശേഷിപ്പിച്ചു പോയവര് ഒരുപാട് ജാഥാംഗങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ ആരെങ്കിലും അർഹതയുള്ളവർ ലൈഫിൽ ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി വീടുണ്ടാക്കി കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും കേട്ടോ. എല്ലാം അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരും. എല്ലാം നമ്മുടെ ഇവിടെ വൈക്കത്ത് ആശ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആശുപത്രി, വൈക്കം ആശുപത്രി, എത്ര പൈസ അതിന് അനുവദിച്ചത്? 85 കോടി രൂപ. ഞാനത് മന്ത്രിയായപ്പോ ആശ വളരെ ചുറുചുറുക്കുള്ള MLA ആണ്. ആശ ഇങ്ങനെ വരും, ടീച്ചറെ എൻ്റെ ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. സെക്രട്ടറിയെ കാണും, രാജീവ് സദാനന്ദനെ. ഞങ്ങൾ എന്നിട്ട് ആലോചിച്ചു ആശയുടെ ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ. ഈ മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കി കിഫ്ബിന്ന് പൈസ വാങ്ങുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ടാ? കിഫ്ബി കട് കയറി പരിശോധിച്ചിട്ടേ പാസ്സാക്കൂ. കാരണം ഇല്ല, ഈ കോൺഗ്രസ്സുകാരെല്ലാം എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റ് കണ്ടാൽ പിന്നെ അത് മതിയല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ കിഫ്ബിന്ന് പൈസ കിട്ടൂ. ഞങ്ങൾ ഇരുന്ന് വിദഗ്ധരെ വിളിച്ച്, ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ മാസ്റ്റർ പ്ലാൻ എത്ര ദിവസം എടുത്തിട്ടാണ് ഒരാശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ കുറ്റമറ്റതാക്കി മാറ്റുന്നതെന്നറിയോ? എത്ര സമയം ചെലവഴിച്ചിട്ടാണ്? അങ്ങനെ വൈക്കത്തെ ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ കിഫ്ബിയെ കൊണ്ട് അംഗീകരിപ്പിച്ചു. കഴിഞ്ഞ ഗവൺമെന്റും ഇപ്പൊ തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പും പണ്ടത്തെ ആരോഗ്യ വകുപ്പും എല്ലാം ചേർന്ന് 85 കോടിയുടെ ആശുപത്രി കഴിഞ്ഞ തവണ തന്നെ പാസ്സായി തറക്കല്ലിട്ടിരുന്നു. അതിന്റെ നിർമ്മാണം, ഈ വലിയ ആശുപത്രിയുടെ നിർമ്മാണം വളരെ പതുക്കിയേ നടക്കൂ. അത് നിർമ്മിക്കാൻ വേണ്ടി ചിലർ ടെൻഡർ എടുക്കും. കോട്ട ചെയ്താൽ ലോവസ്റ്റ് ആയിട്ട് കോട്ട ചെയ്യുന്നാക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ ആശുപത്രിയുടെ നിർമ്മാണമായിട്ട് നല്ല ബന്ധമൊന്നും ഉണ്ടാവില്ല. പിന്നെ വടിയെടുത്ത് അടിച്ച് ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് ചിലർ ഇട്ടേച്ച് പോവുക. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ പറ്റി, ഇത്തിരി നീണ്ടുപോയി. പക്ഷേ ഇപ്പോൾ ആശ പറഞ്ഞത് പെയിന്റിംഗ് അടക്കം നടന്നിട്ടുണ്ട്. ഇനി ഉപകരണങ്ങൾ വാങ്ങണം. ഗംഭീരമായിരിക്കുന്നു എന്നതാണ് ഈ നാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമ്മാനം. ഇതിവിടെ മാത്രം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൂത്തുപറമ്പിൽ 9 നിലയുള്ള താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി വന്നിട്ട്. പുനലൂർ ചെയ്തു. ഞാനിതെല്ലാം എണ്ണി പറയുന്നില്ല. ആരോഗ്യവകുപ്പിലെ കാര്യമെല്ലാം പറഞ്ഞാൽ നേരം ഒരുപാട് ആയിപ്പോകും. അതുകൊണ്ട്
അതൊന്നും നിങ്ങൾക്കറിയാലോ എങ്ങനെ നിപ്പയും കോവിഡിനെല്ലാം നമ്മൾ നേരിട്ടു എന്ന്. അമേരിക്കയിലെ ന്യൂയോർക്ക് കേരളത്തെ പോലെ അമേരിക്കയുടെ ഒരു സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ 2.5 കോടി ജനം, ഇവിടെ 3.5 കോടി. ഇവിടെയാണ് ആദ്യം കോവിഡ് വന്നത്. എന്നിട്ട് 2 മാസം കഴിയുമ്പോഴാണ് അവിടെ വ്യാപിച്ചത്. എന്നിട്ട് 2020 ഡിസംബറിൽ ന്യൂയോർക്കിൽ 65,000-ലേറെ ആളുകൾ മരിച്ചപ്പോൾ കേരളത്തിൽ 5,000-ൽ താഴെ മാത്രമായിരുന്നു കോവിഡ് മരണം. എങ്ങനെ ഈ നിൽക്കുന്ന ജനങ്ങളാകെ സഹകരിച്ച് ക്വാറന്റൈനും ഐസൊലേഷനും ആശുപത്രിയിൽ ഉപകരണങ്ങൾ വാങ്ങിയിട്ടും ICU ഘടിപ്പിച്ചും ഓക്സിജൻ ഉണ്ടാക്കിയും ഓക്സിജൻ ലൈൻ സ്ഥാപിച്ചും സിലിണ്ടറുകൾ വാങ്ങി എന്തൊരു പണിയായിരുന്നു കൂട്ടരെ അത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും സകലമാന ഡിപ്പാർട്ട്മെന്റുകളും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് വന്ന എല്ലാവർക്കും സൗജന്യ ചികിത്സയാണെന്ന്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം പറഞ്ഞോ? സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലും 2020 കോവിഡിന് സൗജന്യ ചികിത്സയായിരുന്നു. അതുകൊണ്ടാ പനി വന്ന ആളുകൾ വേഗം ആസ്പത്രിയിൽ ഓടിപ്പോയത് അല്ലെ? എല്ലാ ആസ്പത്രിയിലും പോയി. ഒരിടത്ത് ബെഡ് നിറഞ്ഞാൽ സ്വകാര്യ ആസ്പത്രിക്കാരോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ബെഡ് ഇടണം, നിങ്ങൾ ബെഡ് തരണം, നിർബന്ധമായിട്ടും പറഞ്ഞു. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി രാജേഷ് തോപ്പെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മേഡം എങ്ങനെയാണ് ഈ സ്വകാര്യ ആശുപത്രികളെ സഹകരിപ്പിക്കുന്നത്? ഇവിടെ ഗവൺമെന്റ് ആശുപത്രികളില്ല നഗരത്തിൽ. കേട്ടോ, മഹാരാഷ്ട്രയിൽ കേരളത്തിലെ പോലെ ഇങ്ങനെ താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയും നാടാകിയൊന്നുമില്ല, അപൂർവേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി ആദ്യം തന്നെ ഈ സ്വകാര്യ ആശുപത്രികളെ വിളിച്ചിരുന്നു. ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അവരോട് നിർബന്ധമായിട്ടും പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ കോളേജുകാർ 100 ബെഡ് തരണം, 200 ബെഡ് തരണം. താലൂക്ക് താഴെ തലത്തിലുള്ള ആശുപത്രി ആണെങ്കിൽ 50 ബെഡ് തരണം. അവർ തന്നു. അവിടെ പറഞ്ഞാൽ കൊടുക്കില്ല. ഇവിടുത്തെ ഇച്ഛാശക്തിയാണ്, ഇവിടെ നിയന്ത്രണത്തിന്റെ പവറാണ് അവരെല്ലാം തരുന്നതിന് കാരണമായിട്ട് മാറുന്നത്. അങ്ങനെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കൂട്ടരെ, വെറുതെ എല്ലാം നമ്മളെ അഭിനന്ദിച്ചത് ലോകം. നമ്മൾ നടത്തിയ ഈ ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട്, അല്ലാണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശൈല ടീച്ചറെ അഭിനന്ദിച്ചതൊന്നുമല്ല. പക്ഷെ ആരോഗ്യമന്ത്രി ഞാനായതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ടീം ലീഡർ എന്നും പറഞ്ഞിട്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ അന്ന് തന്നു അല്ലേ? നല്ലതാണ്. നമ്മളത് നടത്തിയത് കൊണ്ട് ആ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. ഇപ്പോ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് മാത്രമായിട്ട്, അവയവ മാറ്റത്തിന് മാത്രമായിട്ട് ഒരു ആശുപത്രി അവിടെ കോഴിക്കോട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വീണ ജോർജും ഒക്കെ ചേർന്ന് തറക്കല്ലിട്ടു. കരള് മാറ്റി വെക്കാൻ, വൃക്ക മാറ്റി വെക്കാൻ സ്വകാര്യ ഹോസ്പിറ്റൽ എത്ര ലക്ഷങ്ങളാണ്. അവിടെ ഈ ആശുപത്രി വന്നാൽ സാധാരണക്കാർക്ക് അങ്ങനെ പൈസ ചെലവാക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. വെറുതെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് നടത്തുന്ന? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ ഒന്നും നടത്താതെ പ്രസംഗിച്ച് നടക്കുന്ന UDF-നെ ആണോ ജനം തെരഞ്ഞെടുക്കുക? ഞാൻ ഇനി പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ. കേരളത്തിലെ മതസൗഹാർദ്ദം രക്ഷിക്കാനും, കേരളത്തിലെ പോലെ ഒരു പറമ്പത്ത് ചർച്ചും മറ്റേ പറമ്പത്ത് മോസ്കും അപ്പുറത്തെ പറമ്പത്ത് അമ്പലമൊക്കെ ഉള്ള ഒരു സംസ്ഥാനം ഏതാ ഉള്ളത്? ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ പള്ളികൾ മധ്യപ്രദേശിൽ അവിടെ ഉണ്ടാക്കാൻ വിടുവോ? വലിയ പള്ളിയൊന്നും അല്ല കേട്ടാ, ചെറിയ പള്ളിയാണ്, മരക്കുരിശൊക്കെയാ. അതിനെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവരടിച്ചു ഓടിക്കുകയല്ലേ. അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗത്തിന് അവിടെ ബാങ്ക് വിളിക്കാൻ പറ്റുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് 4-ൽ 3 ഭൂരിപക്ഷത്തിന് ഭരിച്ചിടാ. വലിയ പത്രാസൊന്നും പറയണ്ട. നിങ്ങൾ അന്ന് കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷം പോലെ അവിടെ ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ ഒരു BJP-ക്കും അത് കൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നിട്ട് ഇവിടെ എല്ലാ വർഗീയവാദികളും കൂടി ഇടതുപക്ഷത്തെ അട്ടിമറിച്ചിട്ട് അല്ലേ വരാനിരിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിരിക്കുന്നു. RSS-നെയും ജമാഅത്തെ ഇസ്ലാമിയെയും നമ്മൾ എതിർക്കുന്നത് എന്തിനാ? അവരുടെ വ്യക്തികളെയല്ല, അവരെ നമ്മൾ എതിർക്കുന്നത് ഒരു കൂട്ടർ ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ പുറപ്പെടുന്നു. ഇവിടുത്തെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എവിടെ പോവും? ബൗദ്ധരും ജൈനരും എവിടെ പോവും? വലിയ പ്രശ്നമായിരിക്കും കേട്ടോ. ഇന്ത്യയിലെ സെക്യുലറിസം കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ ഇന്ത്യക്ക് കഴിയില്ല. അതുകൊണ്ടാ പറയുന്നത് ഈ കേരളത്തിലും അത് വ്യാപിപ്പിക്കാൻ, മനുസ്മൃതി അനുസരിച്ച്, ചാതുർവർണ്ണ അനുസരിച്ച് ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കാൻ RSS പ്രചാരണം നടത്തുന്നു. അതേപോലെ ഒരുതരം താലിബാനിസം, ഇസ്ലാമിലൂടെയാണ് മോചനം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. ഇപ്പോൾ VD സതീശൻ പറയാണ് അതൊന്നല്ല, ഒരു നല്ലതാണ്. അതുകൊണ്ട് ഓരോ നമ്മൾ കൂട്ടുന്ന മുസ്ലിം ജനവിഭാഗത്തിലെ മറ്റ് സമുദായ സംഘടനകളുണ്ടല്ലോ, സുന്നിയൊക്കെ, അവർ പറഞ്ഞു ഈ ആശയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി നന്നായിട്ടില്ല, അവരിപ്പോഴും ഇസ്ലാം രാഷ്ട്രവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത്? മുസ്ലിം സാമുദായിക ആചാര്യന്മാർ പറയുന്നതാണോ? അതല്ല മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നതാണോ? ഇത് അപകടകരമായിട്ടുള്ള കാര്യമല്ലേ VD സതീശനും കൂട്ടരും ചെയ്യുന്നത്?
4 വോട്ടിന് വേണ്ടി ഈ കേരളത്തിന്റെ സ്വസ്ഥത തകർക്കാൻ വേണ്ടി എന്തു ചെയ്യാമെന്നുള്ള തീരുമാനമാണോ? എതിർക്കണം. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ചേർന്നിട്ട് എതിർക്കണം. എങ്കിൽ മാത്രമേ ഇടതുപക്ഷം രക്ഷിച്ചു വെച്ചിരിക്കുന്ന പടുത്തുയർത്തിയ ഈ സമാധാന അന്തരീക്ഷം ഇവിടെ നിലനിർത്താൻ സാധിക്കൂ. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. ഞങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങൾ ഇതിനെ ജീവൻ ബലി കൊടുത്തും മതേതരത്വം സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. ഇനി നിർത്താതെ പറഞ്ഞാൽ അതൊരു വലിയ കടുങ്കൈ. ഇപ്പൊ തന്നെ ഒരു ചെറിയ കടുങ്കൈ ചെയ്തു, കുറച്ച് ദീർഘമായിട്ട് സംസാരിച്ചു. പക്ഷേ ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 41 സീറ്റിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താ. എവിടെ അവരുടെ വോട്ട്? അവരുടെ വോട്ട് BJPക്ക് ചെയ്ത് ജയിപ്പിച്ച് ആ കോർപ്പറേഷൻ BJPയുടെ കയ്യിൽ കൊടുത്തില്ലേ കോൺഗ്രസ്? അതിനാണോ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്? ഇടതുപക്ഷത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് എണ്ണം കൊണ്ട് കിട്ടിയത്, 1,67,000 ചില്ലുവാനും. പക്ഷേ സീറ്റുകൾ നഷ്ടപ്പെട്ടത് LDFനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവരെ മനസ്സിലാക്കണം. മനോരമയും മാതൃഭൂമി എല്ലാം എഴുതുന്നൊന്നും അല്ല അവരുടെ സ്വഭാവം. അതുകൊണ്ട് ഈ അധികാരഭ്രാന്തന്മാരും ആർത്തിപ്പണ്ടാരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ UDFകാരെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് ദയവ് ചെയ്ത് പ്രവേശിപ്പിക്കരുതെന്ന് ജനങ്ങളോട് നമുക്ക് പറയാം. നമ്മൾ വന്നാൽ വീണ്ടും ഒരുപാട് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ ഉണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സുസ്ഥിരമായ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് ഇപ്പൊ ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി ചെയ്യാനാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. ഈ കേരളത്തെ നവകേരളമാക്കി മാറ്റുന്നതിൽ സഖാവ് പിണറായിക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വവും. അതോടൊപ്പം ഈ മുന്നണിയിലെ എല്ലാ പാർട്ടിയിലും പെട്ട മന്ത്രിമാർ അവരുടെ വകുപ്പിൽ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് LDFന് ഒന്നിച്ചു നിൽക്കുന്ന ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. മാണി ഗ്രൂപ്പ് ഇതേ പോയി എന്ന് പറഞ്ഞു അല്ലേ? കേരള കോൺഗ്രസ് മാണി വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഞങ്ങളിങ്ങ് പിടിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. ഒരു വിസ്മയം സംഭവിക്കാൻ പോകുന്നു. ജോസ് കെ മാണി ഇതാ UDFലേക്ക് വരുന്നു. എന്ത് ആർത്തിയില എഴുതിയെന്നറിയോ? ജോസ് കെ മാണി നല്ല കണക്കിന് പറഞ്ഞു കൊടുത്തു കേട്ടോ. ആരെ കൊണ്ടാണ് ഈ പറയുന്നത്? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ മുന്നണിയിൽ ഞാൻ സ്ഥിരമായിട്ടുണ്ടായിരിക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ഞങ്ങളുടെ പാർട്ടി എന്നവർ പറഞ്ഞപ്പോൾ ലഭ്യരായി. വിസ്മയം തീർന്നു. ഇനി അടുത്ത വിസ്മയത്തിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക. അതിനകത്ത് എന്തൊക്കെ വിസ്മയ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ? കോൺഗ്രസിന്റെ ഈ വലിയ ജാഥയൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും വിസ്മയങ്ങൾ പലതും സംഭവിച്ചിരിക്കും. ഞാൻ ചുരുക്കുകയാണ്. ഈ ജാഥയെ സ്വീകരിക്കാൻ വന്ന നിങ്ങളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാം നാട്ടിലെ ജനങ്ങളെ നുണപ്രചരണത്തിനെതിരായി ബോധ്യപ്പെടുത്തി ഇടതുപക്ഷത്തെ ശക്തമാക്കാൻ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.